കാസർഗോഡ് മോഷണം കുറ്റം ആരോപിച്ചതിൽ മനം നൊന്ന് യുവതി ആത്മഹത്യ ചെയ്ത കേസിൽ അയൽവാസിയായ സ്ത്രീ അറസ്റ്റിലായി. യുവതിയുടെ സുഹൃത്തിന്റെ മാതാവ് ആയിഷയെയാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി വിദ്യാനഗർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഞാനെന്തായാലും ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ കുറെ ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടിന്റെ ഉമ്മാന്റെ ഗോൾഡ് മിസ്സായിന്. അത് ഞാൻ എടുത്തെന്നാ പറയുന്നത്. ഞാൻ എടുത്തിട്ട് പോലും ഹസ്ബൻഡിന്റെ വീട്ടുകാർ എല്ലാരും അറിഞ്ഞില്ല. കാര്യം എന്റെ വീട്ടിൽ ആർക്കും സമാധാനമില്ല. എല്ലാരും മരിക്കേണ്ട അവസ്ഥയില്ല. എന്റെ മക്കളുടെ മരണത്തിന് ഉത്തരവാദി എന്റെ ഫ്രണ്ടും അഫ്രീദിന്റെ ഉമ്മ അപ്പ ആ വീട്ടുകാരെടുക്കാതെ. സ്വർണം മോഷ്ടിച്ചുവെന്നാരോപിച്ചതിനെ തുടർന്ന് മനോവിഷമത്തിൽ നാലത്തടുക്ക സ്വദേശിനി ജസീല ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് ജസീലയുടെ സുഹൃത്തായിരുന്ന അഫ്രീദിയുടെ മാതാവ് ആയിഷയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ജസീലയ്ക്കെതിരെ സ്വർണ്ണമോഷണ പരാതി നൽകിയ ആയിഷയ്ക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി. അന്വേഷണത്തിന്റെ ഭാഗമായി അഫ്രീദിയുടെയും അറസ്റ്റിലായ ആയിഷയുടെയും മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത ആയിഷയെ കാഞ്ഞങ്ങാട് വനിതാ ജയിലിലേക്ക് മാറ്റി. ഫെബ്രുവരി 15-നാണ് ജസീലയെ വിഷം കഴിച്ച അവശനിലയിൽ വീട്ടിൽ കണ്ടെത്തിയത്. ചികിത്സയിലിരിക്കെ ഫെബ്രുവരി 20-നായിരുന്നു മരണം. മോഷണാരോപണത്തിൽ താൻ നിരപരാധിയാണെന്ന് കരഞ്ഞു പറയുന്ന വീഡിയോ ചിത്രീകരിച്ച ശേഷമായിരുന്നു ജസീല ജീവനൊടുക്കിയത്. ആയിഷയുടെ വീട്ടിൽ നിന്ന് 9.5 പവൻ സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടതായി കാണിച്ച ജസീലയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു. സംഭവത്തിൽ ലാതൂർ പോലീസ് ജസീലയെ ചോദ്യം ചെയ്തു. എന്നാൽ സ്വർണ്ണാഭരണം കാണാതായ സംഭവത്തിൽ ജസീലയ്ക്ക് ഏതെങ്കിലും തരത്തിൽ പങ്കുള്ളതായി തെളിയിക്കാൻ കഴിഞ്ഞില്ല. സ്വർണ്ണമോഷണ പരാതി വ്യാജമാണോ എന്നുൾപ്പെടെ പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. സുഹൃത്തായ യുവാവിനെയും പോലീസ് ചോദ്യം ചെയ്യുമെന്നാണ് വിവരം. കൈരളി ന്യൂസ്, കാസർഗോഡ്.